പെരുമ്പാവൂർ മാർത്തോമ കോളേജിൽ MLA മെറിറ്റ് അവാർഡ് 2026 സംഘടിപ്പിച്ചു. മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. MLA മനോജ് മൂത്തേടന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മാർത്തോമ കോളേജിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ നിർവഹിച്ചു. വളരെ മികച്ച രീതിയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള കലാമേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ ഒരുപാട് തരത്തിലുള്ള സംഭാവനകൾ കേരളത്തിൽ നൽകിയിട്ടുള്ള ഈ പെരുമ്പാവൂരില് ഒന്നുകൂടി വരാനുള്ള അവസരം നൽകിയതിന് ഞാൻ മനോജ് മൂത്തേടനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. MLA മോശക്കാരനല്ല. ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള നിലയിൽ അവിടെ ഇരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച കൂടി പറയുകയാണ്. ഈ 10-15 കൊല്ലം കേരള നിയമസഭയിൽ അംഗമായിരിക്കുന്ന ഒരാളേക്കാൾ മികച്ച രീതിയിലാണ് പെരുമ്പാവൂരിന് വേണ്ടി മനോജ് മൂത്തേടൻ MLA പ്രസംഗിച്ചത് എന്ന്, ഇവിടുത്തെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, വികസനത്തിന് വേണ്ടി നിലകൊണ്ടത് എന്ന് കൂടി വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എളുപ്പം പോകാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് പൊതുസമൂഹത്തിന് നൽകുന്ന നിസ്വാർത്ഥ സേവനങ്ങൾക്കുള്ള ആദരവ് നൽകി. ശേഷം റാങ്ക് ജേതാക്കളെ ആദരിച്ചു. MLA മനോജ് മൂത്തേടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ ഈ നേട്ടം പ്രചോദനമായി കണ്ട് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അനുമോദനം നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായത് നിങ്ങളുടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിന് ഫലമാണ്. നിങ്ങളുടെ കഠിനമായിട്ടുള്ള ത്യാഗനിർഭരമായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഈ ഉന്നതമായ നേട്ടം. ഈ ഉന്നതമായ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്തായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ വർത്തമാന കാലഘട്ടം വലിയ സങ്കീർണമായ ഒരു കാലഘട്ടമാണ്. ഒരുപാട് രക്ഷകർത്താക്കൾ ത്യാഗനിർഭരമായ ജീവിതത്തിൽ അവരുടെ എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി പഠിപ്പിച്ച് മക്കളെ വളർത്തി വലുതാക്കി അവരെ നല്ല നിലയിൽ കഴിയുമ്പോൾ ജീവിതത്തിന്റെ സായന്തനത്തിൽ വഴിയരികിലേക്ക്, പുറമ്പോക്കിലേക്ക്, അനാഥ മന്ദിരങ്ങളിലേക്ക്, വൃദ്ധസദനങ്ങളിലേക്ക് തള്ളപ്പെട്ടു പോകുന്ന ഒരുപാട് അച്ഛനമ്മമാരുള്ള കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടമെന്ന് പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഓർമ്മപ്പെടുന്നത് കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ വലുതായി കഴിയുമ്പോൾ എവിടെ ഏത് നിലയിലെത്തുമ്പോൾ സമ്പത്തുള്ളവരാകട്ടെ, സമ്പത്തില്ലാത്തവരാകട്ടെ, ജോലിക്കാരാകട്ടെ, ജോലി ഇല്ലാത്തവരാകട്ടെ, ഏത് നിലയിലാണെങ്കിലും ശരി, നിങ്ങളാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് കരുതലാകാൻ, അവർക്ക് സാന്നിധ്യമാകാൻ, അവർക്ക് സാമീപ്യമാകാൻ, അവർക്ക് സ്നേഹമാകാൻ, അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവർക്ക് താങ്ങും തണലുമായി എന്നെ പോലുള്ള മകൻ ഉണ്ടാകുമെന്ന്, അവർക്ക് കൃത്യമായി ഒരു താങ്ങും തണലുമായി ഉണ്ടാകുമെന്ന് ഒരു ധൈര്യം കൊടുക്കാൻ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് സാധിക്കണം. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.